നമസ്കാരം. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള പിണറായിയുടെ ഇന്നലത്തെ കോന്നി പ്രസംഗമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ചാനലുകൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ആഘോഷിക്കുന്നതും ഒക്കെ ഇതാണ്. പറഞ്ഞത് പിണറായി ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതായതുകൊണ്ടും ആരും അതിനെ അത്ര കാര്യമായി എടുത്തിട്ടില്ല എന്ന് വേണേൽ പറയാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനിടയിൽ പിണറായി വിജയൻ നൽകിയ വാക്കുകൾ, മലയാള ഭാഷയ്ക്ക് കൊടുത്തിട്ടുള്ള വാക്കുകൾ, തെക്കൻ കേരളത്തിലുള്ള മലയാളികൾക്ക് ഒരുപക്ഷെ അപരിചിതമായി പോയിട്ടുള്ള ഒരുപാട് വാക്കുകൾ ഉണ്ട്. പിന്നീട് അതെല്ലാം നമ്മുടെ ഭാഷയുടെ നിഘണ്ടുവിൽ രേഖപ്പെടുത്തുകയുണ്ടായി. പരനാറി, നികൃഷ്ടജീവി തുടങ്ങിയ വാക്കുകൾ, പിപ്പിടി വിദ്യ, ചെപ്പടി വിദ്യ പോലെ എന്തോ ഒന്ന് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു കൊണ്ടിരുന്ന സാധനം. വാക്കുകൾ, വാചകങ്ങൾ പിണറായി പ്രയോഗിക്കുമ്പോൾ അതിന് കിട്ടുന്ന ജനപ്രീതി, അതിന്മേലുണ്ടാകുന്ന ട്രോളുകൾ, അതിന് പിന്നാലെ എത്തുന്ന സ്കിറ്റുകൾ എല്ലാം നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിണറായിയുടെ ഈ വാചക കസർത്തുകളിൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് അദ്ദേഹം പലപ്പോഴും ഈ വാക്കുകളൊക്കെ തന്നെ പറയാറുള്ളത്. ഇന്നലെ തന്നെ നമുക്കറിയാം, കോന്നിയിൽ അദ്ദേഹം ഇത് പറയുന്നത് യാതൊരു കൂസലുമില്ലാതെയാണ്. അനർഗള നിർഗള ഇങ്ങനെ പ്രസംഗം അങ്ങോട്ട് ഒഴുകുമ്പോഴാണ് ഇടയ്ക്ക് നിന്ന് ആരോ വിളിച്ചു ചോദിക്കുന്നത്. CMA ഒരു ചോദ്യം എന്ന ചോദ്യത്തിനിടയിൽ, പ്രസംഗത്തിനിടയിലാണ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് യാതൊരു ഭാവഭേദമില്ലാതെ അദ്ദേഹം തുടരുന്നത്. ഇന്ന് അദ്ദേഹം അതിനെ ന്യായീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അതിൽ ഒക്കെ രസം, ചോദ്യം ചോദിച്ച ആൾക്ക് കംപ്ലൈൻ്റ് ഇല്ല, മാധ്യമങ്ങൾക്കാണോ കംപ്ലൈൻറ്റ് എന്നൊരു ചോദ്യവും കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. നമുക്കറിയാം, പുലിവാൽ കല്യാണ സിനിമയിൽ സലിം കുമാർ കാറ് കഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് പത്രം വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്. കാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നലെ ആ ചോദ്യം ചോദിച്ച ആളുടെ പ്രതികരണം. ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നോക്കം നോക്കിയാൽ, പിന്നിലേക്ക് നോക്കിയാൽ, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും യാതൊരു വ്യത്യാസവും ഇല്ലാതെ പിണറായി വിജയൻ ചില വാക്കുകൾ നമുക്ക് മുന്നിലേക്ക് എറിഞ്ഞു തന്നിട്ടുണ്ട്. ചില പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില ഉദ്ധരണികൾ, ഇതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മാറ്റൊലി കൊണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രൊമോ വീഡിയോ ഉണ്ട്, നമ്മുടെ ഒരു വ്ളോഗറായിട്ടുള്ള സുജിത്ത് ഭക്തൻ്റെ പ്രൊമോ വീഡിയോ. സുജിത്ത് ഭക്തന് വരെയാണ് പിണറായി ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. കാരണം എവിടെയൊക്കെ കൊടുത്താൽ എങ്ങനെയൊക്കെ തുടർഭരണം ഒപ്പിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമാണ്. അതിനിടയിൽ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം വായുവിലേക്ക് വർഷിച്ച് ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളും നമ്മൾ കണ്ടു. എന്നോട് കടക്കുപുറത്ത് എന്ന് ചോദിക്കുമോ എന്നാണ് സുജിത്ത് ഭക്തൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കടക്കുപുറത്ത് പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത് ആ സാഹചര്യത്തിലാണ്. ഞാനിപ്പോൾ കേറിവാടാ മക്കളെ എന്നാണ് പറയുന്നത്. അത് നമ്മൾ ആലോചിക്കുന്നു, എന്തൊരു നർമ്മബോധം പിണറായി വിജയന്. ഇതൊക്കെ PR വർക്കിൻ്റെ ഭാഗമാണെന്ന് ചില ദോഷൈക ദൃക്കുകൾ പറയുന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് PR ഇല്ല എന്നാണ്. ഇന്നിപ്പോൾ വിവരാവകാശ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. 11 ലക്ഷം രൂപയ്ക്കാണ് മോഹൻലാലുമൊത്തുള്ള ഇൻ്റർവ്യൂ വിവിധ മാധ്യമങ്ങളിൽ കൊടുത്തത്. അപ്പോൾ ഈ എപ്പോൾ പറഞ്ഞാലും പിണറായി വിജയൻ പറഞ്ഞത് ഇന്നേ വരെ അദ്ദേഹം തിരുത്തിയിട്ടില്ല. ആ വാക്കുകളെല്ലാം നമ്മുടെ ഭാഷയുടെ ഭാഗമായും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ചില വാക്കുകളാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. ഒന്ന്, 2012 മുഹമ്മദ് നബിയുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ട്. അതന്ന് കേരളത്തിൽ കത്തി നീക്കുകയാണ്. അന്ന് പിണറായി വിജയൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ വിഷയത്തിൽ ഇങ്ങനെ എല്ലാവരും പ്രതികരിക്കുമല്ലോ. പ്രതികരിക്കുന്ന അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, തിരുകേശം കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുടിയായാലും നഖമായാലും ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയാൽ പിന്നെ അത് വെറും ബോഡി വേസ്റ്റ് മാത്രമാണ്. ഈ കാന്തപുരം AP അബൂബക്കർ മുസലിയാരായിരുന്നു അത് കേരളത്തിൽ എത്തിച്ചത്. മുഹമ്മദ് നബിയുടേത് അവകാശപ്പെടുന്ന തിരുകേശം, അതായിരുന്നു വിഷയം. പിണറായിയുടെ പ്രതികരണം അത് കൃത്യമായി പോയി. പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്കും അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ വൈറലാവുകയുണ്ടായി. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട വാക്ക്, ഏറ്റവും കൂടുതൽ മാറ്റൊലി കൊണ്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് നികൃഷ്ടജീവി. നികൃഷ്ടജീവി പരാമർശം 2007 വരുന്നത്. താമരശ്ശേരി ബിഷപ്പായിരുന്ന മാർ പോൾ ചിറ്റിലപ്പള്ളിയെ ഉന്നം വെച്ച് നടത്തിയ ഒരു പ്രയോഗമായിരുന്നു അത്.
ഈ രീതിയിൽ നുണ പറയുകയാണെങ്കിൽ അയാൾ എന്തുമാത്രം നികൃഷ്ടജീവിയായിരിക്കും എന്നായിരുന്നു പിണറായിയുടെ ആ ഒരു പ്രയോഗം. അത് അന്ന് മത്തായി ചാക്കോ MLA അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അന്ത്യകുദാശ സ്വീകരിച്ചിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പേരിലാണ് പിണറായി ഇത്രയും പൊട്ടിത്തെറിച്ചത്. അതുപോലെ വിവരദോഷി എന്ന് വിളിച്ചു, അതും വിളിച്ച ഒരു മെത്രാനെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനത്തിൻ്റെ അധിപനായിട്ടുള്ള മാർ കൂർലോസ്, ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയാണ് വിവരദോഷി എന്ന് വിളിച്ചത്. നമ്മളിപ്പോൾ സിനിമയിൽ പറഞ്ഞ പോലെ മാർ കൂർലോസിന് അത് കിട്ടണം. കാരണം ഇതിനു മുമ്പുള്ള കാലഘട്ടം എല്ലാം പിണറായി വിജയൻ അടക്കം LDFനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തെയാണ് വിവരദോഷി എന്ന് വിളിച്ചത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ കേരളത്തിലെ CPMന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും. ഇത് പിണറായിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. കാരണം തോറ്റമ്പി നിൽക്കുകയാണ്, അതിനിടയിലാണ് ഇങ്ങനെ ഒരു മെത്രാൻ, ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ നിന്ന മെത്രാൻ വീണ്ടും ഇദ്ദേഹത്തിനെ കുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. പിന്നീട് പിണറായി ഉദ്ധരണികളിൽ ഏറ്റവും പ്രശസ്തമായ 2 വാക്കുകൾ, ഒന്ന് കുലംകുത്തിയും ഒന്ന് പരനാറിയുമായിരുന്നു. കുലംകുത്തി എന്ന് വിളിച്ചത് RMP നേതാവ് TP ചന്ദ്രസേനയാണ്. പക്ഷേ ഇതേ പ്രയോഗം, കുലംകുത്തി പ്രയോഗം അദ്ദേഹം VS അച്യുതാനന്ദനെതിരെ നടത്തി എന്നും ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ RMP നേതാവായിരുന്ന TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിന് ശേഷം നടന്ന ഒരു യോഗത്തിലാണ് അദ്ദേഹം അണികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി, അതായത് മാർക്സിസത്തിൽ ഞങ്ങൾ വർഗവഞ്ചകനെന്ന് വിളിക്കും, ഞങ്ങൾ വർഗവഞ്ചകൻ എന്നാണ് മാർക്സിസത്തിൽ ഞങ്ങളെ വഞ്ചിച്ച് ഞങ്ങൾക്കൊപ്പം പോകുന്നവരുടെ പേരെങ്കിൽ, ഇവിടെ ഞങ്ങളുടെ പേര് ഞങ്ങളതിനെ കുലംകുത്തി എന്ന് വിളിക്കും. പച്ച മലയാളത്തിൽ, അതായത് വർഗവഞ്ചകൻ എന്ന മാർക്സിസ്റ്റ് സൈദ്ധാന്തിക വാക്കിൻ്റെ പച്ച മലയാളമാണ് ഈ പറയുന്ന കുലംകുത്തി എന്നാണ്. അതായത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ജോസഫ് സ്റ്റാലിൻ, അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന ജോസഫ് സ്റ്റാലിൻ രാഷ്ട്രീയ എതിരാളികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പ്രയോഗമായിരുന്നു വർഗവഞ്ചകൻ. അപ്പോൾ TP ചന്ദ്രശേഖരനെയും VS അച്യുതാനന്ദനെയും ഒരുപോലെ ഈ പ്രയോഗത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പിണറായിക്ക് സാധിച്ചു. പരനാറി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് CPMന് ഉണ്ടാക്കിയത്. അദ്ദേഹം വിളിച്ചത് കൊല്ലത്ത് NK പ്രേമേന്ദ്രനെയാണ് പരനാറി പ്രയോഗം. അതാണ് ഈ പരനാറി പ്രയോഗത്തിന് ഈ പരനാറി എന്ന പ്രയോഗത്തിനാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് അദ്ദേഹത്തിന് കേരളത്തിലുള്ളത്. അത് എന്തായാലും അത് CPMന് അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്ത ഒരു പ്രയോഗമായിരുന്നു. LDF വിട്ടുപോയി UDF പാളയത്തിൽ ചേക്കേറി കൊല്ലത്ത് നിന്നും പാർലമെൻറ്റിലേക്ക് NK പ്രേമേന്ദ്രൻ, RSPയുടെ നേതാവ് NK പ്രേമേന്ദ്രൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച പേരായിരുന്നു പരനാറി. പരനാറിയെ പിന്നല്ലാതെ പരനാറിയല്ല ഞങ്ങൾ വേറെന്ത് പേര് വിളിക്കാൻ എന്നും പിന്നീടൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഈ ഒറ്റ പ്രയോഗം, അതായത് പ്രേമേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനെ എതിരെ വന്ന ഈ ഒരു പ്രയോഗം കാരണം പിന്നീട് ഇന്നേ വരെ CPMന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലൂടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് കിട്ടിയിട്ടില്ല. മുകേഷിനെയൊക്കെ വരെ നിർത്തി പരീക്ഷിച്ചു നോക്കി, പക്ഷേ കിട്ടിയില്ല. ഈ ഒക്കച്ചങ്ങായി എന്നൊരു വേടുണ്ട്. ഒക്കച്ചങ്ങായി എന്ന് പറയുന്ന ആ ഒരു പദം, അത് ശരിക്കും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അത് കോൺഗ്രസ്സുകാർ BJPയുടെ ഒക്കച്ചങ്ങായിമാരാണല്ലോ എന്ന് 2018 പിണറായി വിജയൻ പരിഹസിച്ചു. അപ്പം നമുക്ക് ഈ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾ, തിരുവനന്തപുരം ജില്ലകളിലുള്ളവരൊന്നും അത് കേട്ടിട്ടില്ല. മലബാർ മേഖലയിൽ വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് ഒക്കച്ചങ്ങായി. വിവാഹത്തിന് പോകുമ്പോൾ വരനെ അനുഗമിക്കുന്ന സുഹൃത്ത് എന്നാണ് അർത്ഥം. ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാനും വരനെ ഒരുക്കാനും ഒക്കെ നിൽക്കുന്നത് ഇദ്ദേഹമാണ്, ഈ ഒക്കച്ചങ്ങായിയാണ്. അതുപോലെ തെക്കൻ കേരളീയർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു വേടാണ്, പിണറായി സംഭാവന ചെയ്ത വേടാണ് പിപ്പിടി വിദ്യ. ഒരുമാതിരി പിപ്പിടി വിദ്യ എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതിനെ ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക, നിങ്ങളുടെ പിപ്പിടി വിദ്യ ഒന്നും ഇങ്ങോട്ട് വേണ്ട, ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് മലബാർ മേഖലയിൽ ഈ പിപ്പിടി വിദ്യ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ പിപ്പിടി വിദ്യയും ഈ KRL വിഷയത്തിൽ പ്രതിപക്ഷം പിപ്പിടി വിദ്യ കാട്ടി കേരളത്തിലെ ജനങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഉള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പിപ്പിടി വിദ്യ പ്രയോഗിച്ചത്. 2008 CPMൻ്റെ കോട്ടയം ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയത്. അത് കനത്ത മഴയാണ്. കനത്ത മഴയ്ക്കിടയിൽ കുറേ പേരെ വന്ന് നിന്ന് കൂവുകയും ആർത്തു വിളിക്കുകയൊക്കെ ചെയ്തു. പിണറായിക്ക് ദേഷ്യം വന്നു. പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അണികളെ ശാസിക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചതാണ്, ഇവിടെ എന്താ ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേളയാണോ നടക്കുന്നത്, ഇത് പാർട്ടി പരിപാടിയാണ് എന്ന് പറയുന്നത്. കാരണം ആ ചടങ്ങിൽ അച്ചടക്കം പാലിക്കാതിരുന്ന പ്രവർത്തകരോട് ഇവരൊക്കെ മദ്യപിച്ചെത്തിയവരാണെന്നുള്ള അഭിപ്രായ പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് ഇവിടെ ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേള അല്ല നടക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഉഷാ ഉതുപ്പ് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പക്ഷേ അവർ പ്രതികരിച്ചു. തൻ്റെ പരിപാടി കാണാൻ വരുന്നവർ കള്ളു കുടിച്ച് തുള്ളുകയല്ല,
പാട്ട് ആസ്വദിച്ച് നൃത്തം ചെയ്യാണ് ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ പിണറായി വിജയൻ്റെ പരാമർശം അവർ പിൻവലിച്ചില്ല. ഒരു ഖേദപ്രകടനം ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അതായത് ഉഷാവുദിപ്പ് വിചാരിച്ചിരുന്നു ഈ പിണറായി വിജയൻ്റെ ഖേദപ്രകടനം. പക്ഷേ അവർക്ക് ആൾ മാറിപ്പോയി. കാരണം ഇത് പിണറായി വിജയനാണ്. മാധ്യമപ്രവർത്തകരോട് പിണറായി വിജയൻ മിക്കപ്പോഴും കടുത്ത വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും കടുപ്പമേറിയ വാക്ക് പ്രയോഗിച്ചത് മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്ന എസ് ഗോപാലകൃഷ്ണനോടാണ്. എടോ ഗോപാലകൃഷ്ണ എന്ന് തന്നെ അഭിസംബോധന ചെയ്തു. തനിക്ക് എതിരായ വാർത്തകൾ മാതൃഭൂമിയിൽ നിരന്തരം വരുന്നതിന് കൊണ്ടായിരുന്നു. അണികൾ ഏറ്റവും അധികം ഏറ്റെടുത്ത് ഇപ്പോഴും പിണറായിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്ത് നല്ല മാസ്സാക്കി കൊണ്ടുവരുമ്പോൾ ഈ ഡയലോഗ് അവർ തിരികാറുണ്ട്. എടോ ഗോപാലകൃഷ്ണ, കത്തി കണ്ടാൽ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ. ഒരുപാട് കത്തികൾ പല വഴിക്ക് വരുമ്പോൾ ആ വഴി നടന്നവരാണ് ഞങ്ങൾ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പരാമർശം. താനടക്കമുള്ള CPM നേതാക്കൾ കത്തിയും ബോംബുമായി നടക്കുന്നവരാണെന്ന ആരോപണമാണ് അന്ന് പിണറായിയെ ചൊടിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകിയ വാക്കുകൾ നിരവധിയുണ്ട്. അതിലൊന്നാണ് ഈ നല്ല നമസ്കാരം എന്നുള്ള ഒരു പ്രയോഗത്തിനിടയിലാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് VS അച്യുതാനന്ദൻ്റെ അനുയായികളെ ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. ആ നല്ല നമസ്കാരം പിന്നീട് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ എതിരാളികളെല്ലാം ഏറ്റെടുത്തു. പണ്ട് തൊട്ടേ പിണറായി വിജയൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ മാധ്യമ സിൻഡിക്കേറ്റ്, മാപ്രകൾ എന്നുള്ള വിളി മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്നതിന് മുമ്പ് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൊണ്ടിരുന്ന മാധ്യമ സിൻഡിക്കേറ്റ്, CPMൽ വിഭാഗീയത കൊടികുത്തി വാണ സമയത്ത് സ്ഥിരമായി മാധ്യമങ്ങൾ വാർത്ത വരും. വലതുപക്ഷ മാധ്യമങ്ങൾ CPMനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്, CIA ചാരന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന മാധ്യമ സിൻഡിക്കേറ്റ്, ഈ വേർഡ് VS അച്യുതാനന്ദൻ ഉപയോഗിച്ചിരുന്നു. തങ്ങൾക്കെതിരെ മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നവരാണ് ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നീട് വന്ന ഒന്ന് ആയിരുന്നു പിണറായി വിജയൻ്റെ കഥ. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലൂടെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നെഞ്ചു ഉയർത്തിപ്പോയ ആ കഥയാണ് ഏറ്റവും കൂടുതൽ ഹാസ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ടത്. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ട്രോളുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രത്യേക ഏക്ഷനും ഈ ഊരിപ്പിടിച്ച വാളും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ പഠനകാലവും ഒക്കെയാണ്. കെ സുധാകരൻ പിന്നീട് ഇതിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. ഊരിപ്പിടിച്ച വടിവാളുകൾക്കും കഠാരകൾക്കും ഇടയിലൂടെ തല ഉയർത്തി നടന്ന എന്നാണ് പറഞ്ഞിരുന്നത്. രണ്ടാമത് കോൺഗ്രസ് നേതാവ് കെ സുധാകരനെയാണ് വിദ്യാഭ്യാസ കാലത്ത് കൈകൊണ്ട് ഒരു പ്രത്യേക ആക്ഷൻ ഉണ്ടാക്കി പേടിപ്പിച്ചതും അയാൾ ഓടിപ്പോയത്. അമിത്ഷായുടെ തടി പോരാ എന്ന് പറഞ്ഞ് എന്തിനാണ് കേരളത്തിൽ CPMൻ്റെ ഭരണം, ഇടത് ഭരണം തള്ളി താഴെയിടാൻ ഈ അമിത്ഷായുടെ ഈ തടിയൊന്നും പോരാ എന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. അത് വ്യക്തി അധിക്ഷേപത്തിൻ്റെ അതിരുകൾ ലംഘിച്ചുകൊണ്ട് മറ്റൊരു പ്രയോഗം വന്നതായിരുന്നു അട്ടംപരത്തി ഗോപാലൻ്റെ കഥ. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അച്ഛൻ മുല്ലപ്പള്ളി ഗോപാലനെ കുറിച്ചായിരുന്നു അത് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് പ്രവർത്തകർ ഒളിച്ചിരുന്ന വീടുകളുടെ മച്ചുകൾ തേടിപ്പിടിച്ച് പോലീസിനെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് പ്രവർത്തകനായ ഗോപാലന് അട്ടംപരതി എന്ന പേര് വേണം. ഈ അട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, സന്ദേശ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അട്ടത്ത് തേങ്ങ ഇടുക എന്നൊക്കെ പറയും. മച്ചാണ് ഈ മച്ചിനാണ് അട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അട്ടംപരതി എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ തെക്കൻ ജില്ലകളിലുള്ളവർക്ക് ഏറെ നാൾ വിയർപ്പൊഴുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പം സമീപകാലത്ത് നമുക്കറിയാം സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണ് എന്ന് പറഞ്ഞ ആളാണ് പിണറായി. അതിൻ്റെ ന്യായ അന്യായങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ട്. ഇന്നലെ എന്ന് മാത്രമല്ല, ഈ ഇലക്ഷൻ ഒന്നാകെ പിണറായി ആകെ PR വർക്കിൻ്റെ ഭാഗമായിട്ട് തൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. സ്ഥായിയായ ഒരു സ്വഭാവം പിണറായിക്കുണ്ട്. പിണറായിക്ക് ഒരു സ്ഥായിയായ ഒരു മുഖഭാവമുണ്ട്. അതൊക്കെ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ആ ശ്രമിക്കുന്ന പതിവുണ്ട്. അതിനകത്ത് PR വർക്ക് നടക്കുന്നുണ്ട്. അതായത് ബ്രൈഡ് ഗ്രൂമിനെ ഒരുക്കുന്നത് പോലെ ഒരുക്കി കൊണ്ടുവരികയാണ്. ഞങ്ങൾ പറയുന്നതേ പറയാവൂ, ഞങ്ങൾ ചെയ്യുന്നതേ ചെയ്യാവൂ, ഞങ്ങൾ പറയുന്നത് പോലെ നടക്കാവൂ, ഞങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാവൂ എന്നൊക്കെ PR ടീം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ PR ടീമിനെ നയിക്കുന്നത് മുൻ മാധ്യമപ്രവർത്തകനായിട്ടുള്ള MV നികേഷ് കുമാറാണ്. അദ്ദേഹത്തിന് കിണർഗോലു എന്നൊരു അപരനാമവും ഉണ്ട്. ഈ കിണർഗോലുവിൻ്റെ PR നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് പിണറായി. അത് ഇന്നലെ രാവിലെയും കണ്ടു. ഇന്നലെ തിരുവല്ലയിൽ രാവിലെ അദ്ദേഹം പത്രസമ്മേളനം കഴിഞ്ഞ് വരുന്ന ഒരു കൊച്ചുകുട്ടിയോട് കുറച്ച് നേരം കിന്നാരമൊക്കെ പറയുന്നു. അതൊന്നും ഒരിക്കലും പിണറായിക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. വളരെ അപരിചിതത്വമാണ് ആ പിണറായിയെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. ഇദ്ദേഹത്തിന് ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇന്നലെ വൈകിട്ട് കോന്നിയിലെ ജനീഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ തൻ്റെ തനിനിറം പിണറായി വീണ്ടും കൊണ്ടുവന്ന് പിണറായി മാറിയിട്ടില്ല, പിണറായിയെ മാറ്റാൻ ഏത് PR വർക്കുകാർക്കും കഴിയില്ല.